DVSP ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വൻ പോലീസ് സന്നാഹമാണ് ഒതായിയിലെ വീട്ടിലെത്തി PV അൻവറിനെ വാറണ്ട് കൊടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നത്. നമുക്കൊപ്പം വാഹനത്തിന് തൊട്ടുപിന്നിൽ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘമുണ്ട്. ഇപ്പോൾ അവർ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ്. അഷ്കർ, ഇപ്പോൾ ആശുപത്രിയിലാണോ എത്തിച്ചേർന്നിരിക്കുന്നത്? അരുൺ, PV അൻവറുമായി ഇപ്പോൾ പോലീസ് സംഘം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. PV അൻവറുടെ വൈദ്യ പരിശോധനയ്ക്കായിട്ടാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത പോലീസ് സംഘം അൻവറുമായി നേരിട്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, പറഞ്ഞൊക്കെ തന്നെയുള്ളൂ. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് PV അൻവർ MLA എത്തിച്ചിരിക്കുകയാണ്. DVSP ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡ് നടപടികളിലേക്ക് കടക്കും. മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത്, അല്ലേ PV അൻവർ? അഷ്കർ അലി, അരുൺ, പരിശോധന പൂർത്തിയാക്കിയ ശേഷം നേരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ശേഷം മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. ആ രീതിയിൽ വിവരമാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ഇപ്പോൾ PV അൻവറിൻ്റെ വൈദ്യ പരിശോധന നടക്കുകയാണ്. ഇവിടേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ, ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ PV അൻവർ സ്വകാര്യ ഡോക്ടറെ കണ്ട്, പേഴ്സണൽ ഡോക്ടറെ കണ്ട അത്തരത്തിൽ വൈദ്യ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ PV അൻവറെ വൈദ്യ പരിശോധനയ്ക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വൈദ്യ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനും തന്നെ ഇത് പൂർത്തിയാക്കി നേരെ നിലമ്പൂർ തന്നെയുള്ള മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റിന് ഹാജരാക്കിയതിന് ശേഷം നേരെ മഞ്ചേരി സബ് ജയിലിലേക്കായിരിക്കും PV അൻവർ മാറ്റും. അങ്ങനെ ഇന്ന് ഏറെ വിവാദങ്ങൾക്കൊടുവിൽ 4 മാസത്തോളം പല വിഷയങ്ങളായിട്ട് PV അൻവർ എത്തിയ വിവാദങ്ങൾക്കൊടുവിൽ PV അൻവറെ ഇന്ന് മഞ്ചേരി സബ് ജയിലിലേക്ക് ഇന്ന് രാത്രിയോടെ തന്നെ എത്തിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അതിനുവേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. നിലമ്പൂർ DYSP R ബാലചന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് PV അൻവർ പോലീസ് സംഘം എടവണ്ണ ഒതായിലുള്ള വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ നേരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പോലീസിന് യഥാർത്ഥത്തിൽ PV അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ആ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് നേരെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്ന് തന്നെ റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കി മഞ്ചേരി സബ് ജയിലിലേക്ക് PV അൻവറിനെ മാറ്റാനാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കാനും പോലീസ് ആഗ്രഹിക്കുന്നു. നേരത്തെ വലിയ പോലീസ് സന്നാഹത്തെ തന്നെ അവിടെ പോലീസ് ഒരുക്കിയിരുന്നെങ്കിൽ പോലും അത്ര പെട്ടെന്ന് PV അൻവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചില്ല. പ്രത്യേകിച്ച് അറസ്റ്റിന് വഴങ്ങാൻ അൻവർ ഏറെ സമയം കാത്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ തോതിൽ പോലീസിന് കാത്തിരിക്കേണ്ടി വന്നു. അത്തരത്തിൽ ഇപ്പോൾ പോലീസിന്റെ വൈദ്യ പരിശോധന ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ PV അൻവർ MLAയുടെ വൈദ്യപരിശോധന നടക്കുകയാണ്. ആ വൈദ്യപരിശോധനയ്ക്ക് തൊട്ട് മുമ്പ് PV അൻവർ അറസ്റ്റിന് കീഴടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സ്വകാര്യ ഡോക്ടർമാർ PV അൻവർ MLA പരിശോധിച്ചിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പോലീസിനോടൊപ്പം വൈദ്യപരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ഇനി വൈദ്യപരിശോധന നടന്നു കഴിഞ്ഞതിനു ശേഷം നേരെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് അത് എത്ര കാലാവധി എന്നറിയില്ല. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയില്ലെന്ന് തോന്നുന്നു, അല്ലേ? നേരെ റിമാൻഡ് ചെയ്യുകയല്ലേ ചെയ്യുക? അഷ്കർ, കേൾക്കാമെങ്കിൽ. ഇപ്പോൾ മുബഷീർ അവിടെ ഉണ്ടെങ്കിൽ, മുബഷീർ, പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടാൻ സാധ്യതയില്ല. റിമാൻഡിലേക്കായിരിക്കും പോവുക. കാരണം ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം അത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം സ്വാഭാവികമായും കിട്ടാനുള്ള സാധ്യതയില്ല. മാത്രവുമല്ല, ജാമ്യത്തിന് താൻ ശ്രമിക്കില്ല എന്നും റിമാൻഡിലേക്ക് പോകുമെന്നും ജയിൽ വാസം അനുഭവിക്കുമെന്നുമാണ് PV അൻവർ MLA പറഞ്ഞിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ അവസരമായി തന്നെ PV അൻവർ MLA കാണുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും സ്വന്തം മണ്ഡലത്തിലെ ഒരു ആദിവാസി യുവാവ്
ഒരു കാട്ടാനയുടെ ആക്രമണത്താൽ കാട്ടിനുള്ളിൽ വെച്ച് കൊല ചെയ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി 1.5 മണിക്കൂറോളം ചുമലിലേറ്റ് അദ്ദേഹത്തിന് നടക്കേണ്ടി വരികയും മണിക്കൂറുകൾ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് താൻ നാട്ടുകാരും പ്രതിഷേധിച്ചത് എന്നാണ് പി വി അൻവർ MLA പറയുന്നത്. ഞായറാഴ്ച കൊണ്ട് പൂട്ടിക്കിടന്ന നിലമ്പൂരിലെ നോർത്ത് DFO ഓഫീസ് പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി അവിടെയുള്ള പൊതുമുതലുകൾ നശിപ്പിച്ചു എന്നതാണ് പി വി അൻവർ MLAയ്ക്കും ഒപ്പമുള്ള 11 പ്രവർത്തകർക്കുമെതിരെയുള്ള കേസ്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പി വി അൻവർ MLA 1-ാം പ്രതിയായി FIR ഇട്ടിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കുക, PDPP ആക്ട് പ്രകാരം, അതേപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യുക, ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയുക തുടങ്ങിയ കാര്യങ്ങളും ഇപ്പോൾ പി വി അൻവർ MLAയ്ക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയില്ല. 17-ാം തീയതി നിയമസഭ കൂടുന്നുണ്ട്. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം സ്പീക്കറെ അറിയിക്കുക എന്നതാണ് സാധാരണ നടപടിക്രമം. സിവിൽ കേസുകളാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ സ്പീക്കറുടെ അനുമതി വാങ്ങണം. സഭ കൂടുന്നതിന് 40 ദിവസം മുമ്പും സഭ കൂടിക്കഴിഞ്ഞ് 40 ദിവസത്തിന് ശേഷവും അത്തരം കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് MLA-മാർക്ക് പ്രിവിലേജ് ഉണ്ട്. എന്നാൽ ഇത്തരം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം പ്രിവിലേജുകളില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം സ്പീക്കറെ അറിയിക്കലാണ് പതിവ് എന്നാണ് നേരത്തെ DVSP ബാലചന്ദ്രൻ MLA-യോട് പറഞ്ഞിരുന്നതും. അതുകൊണ്ട് തന്നെ സ്പീക്കറുടെ മുൻകൂർ അനുമതി ഈ വിഷയത്തിൽ ആവശ്യമില്ല. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. വൈദ്യപരിശോധന കഴിഞ്ഞ് ഇനി റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടുമായി നേരെ പോകുന്നത് മജിസ്ട്രേറ്റിനോട് വീട്ടിലേക്കായിരിക്കും.